എവ്രിവൺ, വെൽക്കം ടു നോട്ട് ആൻഡ് ടൈം. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണിത്. ആൻഡ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ക്രോഷ്യ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ടായിരിക്കും. എന്തൊക്കെ മെറ്റീരിയൽസാണ് ക്രോഷ്യക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഈ മെറ്റീരിയൽസൊക്കെ നമുക്ക് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ കുറച്ച് മെറ്റീരിയൽസൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക്കായിട്ട് നമുക്ക് വേണ്ട ഒരു മെറ്റീരിയലാണ് യാൺസ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് യാൺസൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യാൺസ് നമുക്ക് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു യാണാണ്. ഇതൊരു ഫൈൻ മേഴ്സറൈസ്ഡ് കോട്ടൺ യാണാണ്. വെയിറ്റ് ഭയങ്കര കുറവായിട്ടുള്ള തിന്നായിട്ടുള്ള ഒരു യാണാണ്. അപ്പം നമ്മളിത് വെച്ച് പ്രോഡക്റ്റ്സൊക്കെ ഭയങ്കര സ്മോൾ പ്രോഡക്റ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സ്മോൾ ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു യാണ് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് യാണും ഒരു മേഴ്സറൈസ്ഡ് കോട്ടൺ യാൺ തന്നെയാണ്. ഒരു ചില്ലി റെഡ് കളറിൽ വരുന്ന ഒരു യാണാണ്. നെക്സ്റ്റ് ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു യാണാണ്. ഇതും ഒരു മേഴ്സറൈസ്ഡ് കോട്ടൺ യാൺ തന്നെയാണ്. ഒരു നല്ല ഷൈനിങ് ആയിരിക്കും. മേഴ്സറൈസ്ഡ് കോട്ടൺ യാൺസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്, ഷൈനിങ് ആയിരിക്കും. നെക്സ്റ്റ് യാൺ എന്ന് പറയുന്നത് ഒരു പ്യുവർ കോട്ടൺ യാണാണ്. ഒരു ഓട്ടം റോസ് കളറിൽ വരുന്ന പ്യുവർ കോട്ടൺ യാണാണ് ഇത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു യാണാണ്. നെക്സ്റ്റ് യാൺ ഈ ഒരു റീസൈക്കിൾഡ് കോട്ടൺ യാണാണ്. ഒരു ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള ഈ യാണ് നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും. മറ്റുള്ള യാൺസിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഒരു ഡെനിം ടെക്സ്ചർ വരുന്നൊരു യാണാണ്. നെക്സ്റ്റ് കാറ്റഗറി ഓഫ് യാണാണ് അക്രിലിക് യാൺസ്. അക്രിലിക് യാൺസ് ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കോട്ടൺ യാൺസ് പോലെ തന്നെ അക്രിലിക് യാൺസും ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് യാൺ തന്നെയാണ്. ഇതൊരു ലാവൻഡർ ഷെയ്ഡിലുള്ള അക്രിലിക് യാണാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്രോഷ്യ യാൺസിനെ കുറിച്ച് പറയാനുള്ളത്. ഒരുപാട് ടൈപ്പ് ഓഫ് യാൺസ് അവൈലബിൾ ആണ്. അതിൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് യാൺസാണ് ഞാൻ കാണിച്ചത്. ആൻഡ് ക്രോഷ്യയിൽ യാൺസ് പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഹുക്സ്. ഈ ഒരു ഹുക്ക് 2.5 mm ഹുക്കാണ്. ഇതൊരു അലുമിനിയം ഹുക്ക് വിത്ത് പ്ലാസ്റ്റിക് ഹാൻഡിലാണ്. ഇപ്പോൾ നമ്മൾ ബിഗിനേഴ്സിനൊക്കെ ഈ ഒരു ഹുക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും. ഇനി ഡിഫറെൻറ്റ് സൈസസിലുള്ള ഹുക്സ് അവൈലബിൾ ആണ്. ഇതിൽ ഈ ഹുക്ക് ഒരു 2 mm ഹുക്കാണ്. സെയിം ഹുക്ക് തന്നെയാണ്, പ്ലാസ്റ്റിക് ഹാൻഡിൽ വരുന്ന. നെക്സ്റ്റ് ഇതൊരു 3 mm ഹുക്കാണ്. ഇത് 4.5 mm. ഇതൊരു 4 mm ഹുക്കാണ്. ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ഹുക്സ്. ഇതല്ലാതെ ഒരുപാട് സൈസസിൽ ഹുക്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു യാൺ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലൊരു ലേബൽ ഉണ്ടായിരിക്കും. ഈ ലേബലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹുക്ക് സൈസ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു യാണിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹുക്ക് സൈസ് ഇവിടെ 3 to 4 mm ഹുക്ക് സൈസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 3.5 4 mm ഹുക്സൊക്കെ യൂസ് ചെയ്യാം. ഇതൊരു ലൈറ്റ് ഒരു 3 വെയിറ്റ് വരുന്ന യാണാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഹുക്സ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്രോഷ്യ ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് സ്റ്റിച്ച് മാർക്കേഴ്സും നീഡിൽസും. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലുള്ള സ്റ്റിച്ച് മാർക്കേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ സേഫ്റ്റി പിൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ തിന്നായിട്ടുള്ള ഹെയർ പിൻസ് യൂസ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. ബിഗിനേഴ്സിനൊക്കെ സ്റ്റിച്ച് മാർക്കേഴ്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. കാരണം നമ്മൾ ഫസ്റ്റ് എന്തായാലും നമ്മൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള സ്റ്റിച്ചസൊക്കെ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ഈ സ്റ്റിച്ചസ് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റിലുള്ള സ്റ്റിച്ച് നമുക്കിത് വെച്ച് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഇതാണ് നീഡിൽസ്. അപ്പോൾ നീഡിൽസ് നമ്മുടെ സാധാരണ നീഡിലിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ എൻഡ്സ് ബ്ലണ്ട് എൻഡാണ് വരുന്നത്. ഈ നീഡിൽസിന് നമുക്ക് ക്രോഷ്യയുടെ ലാസ്റ്റ് ഭാഗങ്ങൾ നമുക്ക് സെക്യൂർ ചെയ്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ട് നീഡിൽസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ക്രോഷ്യ ചെയ്ത് യാൺസിൻ്റെ എൻഡ്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിസേഴ്സ് യൂസ് ചെയ്യാം. ആൻഡ് ഇതുപോലുള്ള കട്ടേഴ്സും അവൈലബിൾ ആണ്. ഇനി ഈ ഒരു മെറ്റീരിയൽസൊക്കെ എവിടെ നിന്ന് വാങ്ങിക്കും എന്നുള്ളതൊരു ഡൗട്ടായിരിക്കും. അപ്പോൾ ഒരുപാട് വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. നമുക്ക് ക്രോഷ്യ യാൺസും ഹുക്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പേജസ്, ഒരുപാട് ക്വാളിറ്റി യാൺസും ഹുക്സൊക്കെ നമുക്ക് കിട്ടുന്ന ഒരുപാട് പേജസ് അവൈലബിൾ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ ക്രോഷ്യ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ബിഗിനേഴ്സിന് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു.
and don't forget to like this video and subscribe. Thanks for watching.